ഹലോ ഫ്രണ്ട്സ്, ഇതെൻ്റെ ഇയറിലെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. എനിക്കാണെങ്കിൽ വീഡിയോസ് എടുക്കാൻ എഡിറ്റ് ചെയ്യാൻ അതിൽ അറ്റകുറ്റപ്പണികളൊന്നും ക്ലിയറായിട്ട് അങ്ങോട്ട് അറിയില്ല. പക്ഷെ എന്നാലും ബാക്കിയുള്ള വ്ളോഗ്സെല്ലാം കാണും ഭയങ്കര ആഗ്രഹം. അതുപോലെ ഇതുപോലെയൊക്കെ തട്ടിയൊപ്പിച്ച് ഉണ്ടാക്കും. പറഞ്ഞു വന്ന് നമ്മൾ കാര്യത്തിലേക്ക് കിടന്നിട്ടില്ല. ഇന്ന് ഞാൻ പോകുന്നത് കൊണ്ടോട്ടിലെ കാലങ്ങളായിട്ട് നടന്നു വരുന്ന കൊണ്ടോട്ടി നേർച്ച പ്ലസ് ഫസ്റ്റിലേക്കാണ്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ കൊണ്ടോട്ടി നേർച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ എൻട്രി പാസോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് എല്ലാത്തിലും ഫ്രീ ആയിട്ട് കയറുക എന്ന് പറഞ്ഞാൽ അവിടെ കാണാൻ മാത്രം. റൈഡ്സിലൊക്കെ നമുക്ക് ക്യാഷ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ കൊണ്ടോട്ടി ഫസ്റ്റിലാണ് നമ്മൾ ഫസ്റ്റ് എത്തിയിട്ടുള്ളത്. അതിൽ തന്നെ കുറേ ഫ്ലവർ ഷോയും കുറേ ആർട്ടുണ്ട്. അവർ ആർട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഓരോ ആർട്ടിൻ്റെ മുന്നിലും നിറയെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ളൊരു ആർട്ട്, ഐ ലവ് കൊണ്ടോട്ടി എന്നൊക്കെ എഴുതിയിട്ട് അതിൻ്റെ മുന്നിലും ഫുൾ പൂക്കളെക്കാളും തോന്നുന്നു എനിക്ക് ആൾക്കാരാണ് കൂടുതൽ എന്നുള്ളത്. ഇതൊക്കെ ചുറ്റിക്കണ്ട് ക്ഷീണിച്ച് വരുന്നവർക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവരെ മനസ്സും കണ്ണൊക്കെ ഒന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് അവരവിടെ ഗാനമേള അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൊണ്ടോട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് കരിപ്പൂരായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രതീകമായിട്ട് അവർ എയ്റോപ്ലെയിൻ ഫ്ലവേഴ്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് കുറേ റൈഡ്സുകളായിരുന്നു. റൈഡ് എന്ന് പറഞ്ഞാൽ ഈ ആകാശത്തോണി. ആകാശത്തോണി എന്ന് പറഞ്ഞാൽ ഹൈടെക് ആയിരുന്നു കേട്ടോ. ഹൈടെക് മീൻസ് ഹൈടെക് എന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റം വരെയുള്ള. പക്ഷെ നമ്മളൊന്നും ഇതിലില്ല, നമ്മൾ കാണികൾ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്ത് നിന്ന് കളി കാണുക, അതാണ് നമ്മൾ മെയിൻ പരിപാടി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കസിൻസ് എല്ലാം കയറി നമ്മളിന്ന് പുറത്ത് നിന്ന് കണ്ട്. നമുക്ക് പറ്റുന്ന ആകെ റൈഡുകൾ പറഞ്ഞാൽ കുട്ടികൾ കയറുന്ന ഇങ്ങനെ തിരിക്കുന്ന കാറ്, ആന, അതൊക്കെയായിരുന്നു. പിന്നെയുള്ളൊരു യാത്രയായപ്പം നേർച്ച വരെ വരുന്നു. അതായത് അവിടെ കുമ്പക്കൽ എന്ന സ്ഥലത്തിലേക്ക് തങ്ങളൊക്കെ കുതിരപ്പുറത്ത് കയറിയുള്ള ഓരോ ചടങ്ങുകൾ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറേ ദേശക്കാർ വരവുണ്ടായിരുന്നു. അത് നമുക്ക് നമ്മളെ ഇഷ്ടത്തിന്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നമ്മളെ വരവുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ നാസിക് ഡോളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. എന്തായാലും അതെല്ലാം കണ്ട് ഞങ്ങൾ കുറേ നേരം വരവ് കണ്ടു. അതൊക്കെ വൈബാക്കി തിരിച്ച് വീട്ടിലേക്ക് പോന്നു.